അല്ലാഹു തആല സാധുക്കളായ നമുക്ക് സാലിഹീങ്ങളെ ബർക്കത്ത് നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞവന്റെ മനസ്സിൽ എപ്പോഴും ഉദിച്ചുയരുന്ന വാക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴിയുമോ എന്റെ ഉമ്മമാർക്ക്, കഴിയുമോ എന്റെ സഹോദരന്മാർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരു ദിവസം 100 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ സമയം കിട്ടുമോ ഉമ്മമാരെ? 1000 പ്രതിഫലം അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രമല്ല, അത് ചൊല്ലുന്ന വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 100 പ്രാവശ്യം ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ കാനത്ത് ലഹു ഇതിൽ അസ്രി റിഖാബ്, 10 അടിമപ്പായ മനുഷ്യന്മാരെ വാങ്ങിയിട്ട് ഈ തിക്ക് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം 10 മനുഷ്യന്മാരെ സ്വതന്ത്രമാക്കിയാൽ കിട്ടുന്ന പ്രതിഫലം കിട്ടും. അവന് 100 ഹസനത്ത് പ്രത്യേകം എഴുതപ്പെടും, 1000 പ്രതിഫലം കിട്ടുന്നത് പോലെ. കൂടാതെ 100 തെറ്റുകൾ അവന്റേത് മയക്കപ്പെട്ടു, റിക്കാർഡിന് മയക്കപ്പെട്ടു പോകും. ആ ദിവസം ശൈത്താന്റെ ശർറിൽ നിന്ന് അവനെ കാക്കപ്പെടും. വലം യഅതി അഹദും ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു. അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയവരല്ലാതെ അവനെപ്പോലെ അമൽ ചെയ്ത മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. ഒരു ദിവസം നിങ്ങൾ പതിവാക്കൂ. പ്രായമുള്ളവരോട് പ്രത്യേകിച്ച് പറയട്ടെ, യാത്ര പുറപ്പെടാനായി പോയില്ലേ കാരണവന്മാരെ? ഈ പാവപ്പെട്ട എന്റെ താടിയിലും എന്റെ മീശയിലും തലയിലും ഒക്കെ താടിയും മീശയും ഒക്കെ നരച്ചു തുടങ്ങിയില്ലേ? നര വന്നാൽ നമുക്ക് സിഗ്നൽ കാണിച്ചില്ലേ? ആഖിറത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണ്ടേ? വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ഞാനൊരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഒരു 100 പ്രാവശ്യം അവിടെ ചൊല്ലിവെച്ചാൽ എനിക്കൊരുപാട് പ്രതിഫലം ആഖിറത്തിൽ കിട്ടുമല്ലോ. ഒന്ന് ചൊല്ലാൻ ശ്രമിച്ചുകൂടെ? വീട്ടിലൊക്കെ ഇരിക്കുന്ന വയസ്സന്മാർക്ക് ഒരു കുറഞ്ഞ സമയം അതിന് ഉപയോഗിച്ചുകൂടെ? ചെറുപ്പക്കാരെ, നിങ്ങളെ മരണം എപ്പോഴെന്നറിയില്ലല്ലോ, നമുക്കുമോ ചൊല്ലാൻ സമയം കണ്ടെത്തിച്ചുകൂടെ? അള്ളാന്റെ റസൂലല്ലേ നമുക്കിത് പഠിപ്പിച്ചു തന്നത്? ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദഈഫായ ഹദീസല്ലല്ലോ.